തന്നു. അതുപോലെ തൃപ്പൂണിത്തുറ മണ്ഡലം എൻ്റെ ഉള്ളം കയ്യിൽ ഭദ്രമായിരിക്കും. അതെനിക്ക് തരണം. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു എനർജി കാണുമ്പം. ഞാൻ രാവിലെ ഒരു 6-6:30 ഓരോ കാര്യങ്ങൾക്ക് എല്ലാവരെയും കാണാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ അവിടെയും കൂടെ കയറാം, ഇവിടെയും കൂടെ കയറാം, അപ്പുറത്തും കൂടെ കയറാം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം എന്നെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഈ നാടിൻ്റെ ആവശ്യമാണെന്ന്, എത്ര വലിയ ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിയുന്ന ഓരോ നിമിഷങ്ങളാണത്. എന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, എല്ലാ വേദികളിലും ഞാൻ സംസാരിക്കുന്ന അവസരം കിട്ടി പറയുന്നതാണ്, ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല. ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് വന്ന് ജയിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ആ ജയം നിങ്ങൾ എനിക്ക് തരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ പോലും ഏറ്റവും ആദ്യം പോയത് പള്ളുരുത്തിയിലൊരു കോളനിയുടെ അകത്തേക്കാണ്. ആ കോളനിയിൽ പോയപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു അവരെ 4-5 വട്ടം അടുപ്പിച്ച് എലി കടിച്ചുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞുങ്ങളെ എലി കടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്കൊരു ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ്. അവരുടെ പുറത്ത് അടുക്കള ഞാൻ കണ്ടു. ഒരാൾക്കും ഇങ്ങനൊരു ഗതി വരരുത് ഇതുപോലെയുള്ളൊരു നാട്ടിൽ. നമ്മൾ ഇത്രയും പേരുണ്ട്, നിങ്ങൾ ഇത്രയും ശക്തരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ 10 വർഷമായിട്ട് ഇതിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു മാറ്റം നമുക്ക് പറ്റും. നമുക്ക് വികസനങ്ങൾക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഇത് ഇത്ര വലിയ ഘോരമായിട്ട് വികസനം പദ്ധതി, ഇതൊന്നും പദ്ധതിക്കൊന്നും വേണ്ട കാര്യമില്ല. വളരെ ചെറിയ എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെ സന്തോഷിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇതിലവർ തൃപ്തിയാണെങ്കിൽ, ഇതിലവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, ഇതിലവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് കോടികൾ? വളരെ കുറച്ച് എമൗണ്ടിൽ നമുക്കിത് ചെയ്ത് അവരെ സന്തോഷിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതുപോലും ഇവിടെ നടന്നിട്ടില്ല ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ. അപ്പം ഞങ്ങളെ വിശ്വസിച്ച്, ഞങ്ങളുടെ പാർട്ടിയെ വിശ്വസിച്ച് നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാം. ഈ നാടിന്, ഈ തൃപ്പൂണിത്തുറ മണ്ഡലം മൊത്തം നമ്മുടെ കൂടെ ഉണ്ടാവണം. അത് നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ വിശ്വാസം കൈവരിച്ചാൽ മാത്രമേ ഇതെല്ലാം നടക്കുള്ളൂ. മെയ് 4-ാം തീയതി എൻ്റെ പേര് എല്ലായിടത്തും ഉയർന്ന് കേൾക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. താങ്ക് യു സോ മച്ച്. ചക്ക വേണോന്ന് പറഞ്ഞു. ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കാനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പള്ളുരുത്തി സെൻട്രൽ ഏരിയയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രഞ്ജിനി ലിജുവിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. സദസ്സിലിരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ മറ്റു സംസാരിച്ചു പുള്ളിക്കെട്ടി നമുക്ക് അല്ല ഇതേ സംസാരിച്ചുകൊണ്ടില്ല. അവർ നന്ദി പ്രകാശനം യോഗത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി BJPയുടെ മണ്ഡലാധ്യക്ഷൻ ധനേശ്വരൻ ക്ഷണിക്കുന്നു. മണ്ഡല സെക്രട്ടറി വിജയ് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. തിരക്കുണ്ട്, സ്ഥാനാർത്ഥിക്ക് തിരക്കുള്ളത് കൊണ്ടാണ്. ആണോ
ഞാൻ തിരക്ക് പിടിച്ചു പോയെന്ന് പറയരുത്. ഞാനിവിടെ വന്നിട്ട് പോവാം. എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. भारत माता के जय जय बीजेपी 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 जय जय लो भारत माता की जय लो भारत माता की जय लो भारत माता की जय കൂടെ ഉണ്ടാവണം. പറയാം, നാളെ മൊത്തം നമ്മുടെ കൂടെ ഉണ്ടാവണം. പുള്ളിക്കാരൻ വൈഫാണ് ഈ നിൽക്കുന്നത്. ചേട്ടന്റെ അങ്ങേറെ വൈഫാണത്. ഹലോ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ഫലവൃക്ഷമായ ചക്ക, ആ ചക്ക അധികാരത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ദേശസ്നേഹികളുടെയും ആ പിന്തുണ അർപ്പിക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ ചക്ക എന്ന് പറയുന്ന പൊന്നടയാളം സ്ഥാനാർത്ഥിക്ക് കൈമാറിയ SNDP യോഗത്തിന്റെ കോണങ്കൽ ശാഖയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീമാൻ മനോജിന് അഭിവാദ്യങ്ങളും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ അവസരത്തിൽ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അടുത്തതായി സ്ഥാനാർത്ഥികളുടെ സ്വീകരണം നൽകുകയാണ്. അതിനുശേഷം ഇവിടെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ശ്രീമതി അഞ്ജലി നായർക്കുള്ള സ്വീകരണമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ യോഗത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുവാൻ വേണ്ടി BDJസിന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള PB സുജിത്ത് അവരോട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഔപചാരികമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് പ്രിയപ്പെട്ടവരെ ഇത് വരാൻ പോകുന്നത്. ഇത്രയും നാൾ നമ്മുടെ നാട് മാറി മാറി ഭരിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെയും അങ്ങനെ ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളായ കള്ള നാണയങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു ഗവൺമെന്റ് ഈ കേരളത്തിൽ ഇന്ന് മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ 9-ാം തീയതി നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലൂടെ മത്സരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ NDയുടെ പ്രഭാരി BDJസിന്റെ ജില്ലാ ഘടകമായ PB സുജിത്ത്, പിന്നെ നമ്മുടെ റോഷൻ ചേട്ടൻ, ജെയിൻ ചേട്ടൻ, ഷൗസ, ഷാലു, എല്ലാവരെയും നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ BJP പ്രവർത്തകരെയും ആരാധകരെയും എല്ലാവരെയും ഞാൻ എൻ്റെ പേരിലും BJPയുടെ പേരിലും പള്ളുത്തി സെൻട്രൽ ഏരിയയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇതുപോലെ ഇത്ര പോലെ
ഓ മതി ധാരാളം. അമ്മേ കൂടെ ഉണ്ടാവണേ.